ഓക്കെ, നമ്മൾ ഈ ഡെഡ് സെറ്റിൻ്റെ രണ്ടാം പാർട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അത് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് നമ്മൾ നോക്കിയത് ഡെഡ് സെറ്റിൽ ബക്ക് ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരുന്നു നോക്കിയത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ നമ്മൾ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആംബിയർ ട്രിഗർ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ നമ്മളെ ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ പവർ ഐസിൻ്റെ അടുത്തൊരു ക്രിസ്റ്റൽ ഉണ്ടാവും. കൂടുതലും വരുന്നുള്ളത് 32 കിലോ ഹെഡ്സാണ് വരുന്നുള്ളത്. ആ ഒരു വാല്യൂ ആണ് നമ്മൾ ആദ്യം അടുത്ത ലെവലിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ കാണാം ഈ ഒരു സാധനമാണ് വരുന്നുള്ളത്. ഓക്കെ, ഇത് വരുന്നുള്ളത് ഇതാണ് OSC എന്ന് പറഞ്ഞിട്ട് 55000 എന്ന രീതിയിലാണ് ഇത് വരുന്നുള്ളത്. ഇത് ഇന്ന് ഇത് ഔട്ട്. അപ്പോൾ ഇന്നിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവും ഔട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഹൈയും കാണിക്കണം. അതാണ് ശരിക്കും ഇതിൻ്റെ ഓസിലോസ്കോപ്പ് ചെക്കിങ് എന്ന് പറയുന്നത്. നമുക്ക് വാല്യൂ കാണിക്കുമ്പോൾ രണ്ടും ശരിക്കും കിലോ ഹെർട്സ് കാണിക്കും, പക്ഷേ അവിടെ നമുക്ക് വാല്യൂവിൽ മാറ്റം വരും. ഇതിൻ്റെ ക്ലാസ് ഓസിലോസ്കോപ്പിൻ്റെ ക്ലാസ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതല്ല ചെക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഔട്ട്ലൈനാണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട് എങ്ങനെ ചെക്ക് ചെയ്യാനുള്ളത് നോക്കാം നമുക്ക്. നമ്മളിവിടെ ഒരു സാധനം എടുത്ത് ശരിക്കും ഇന്നിലല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ICൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നുള്ളത് ഇന്ന് ഔട്ട് ശരിക്കും പോകുന്നുള്ളത് നമ്മളെ പവർ ഐസിൻ്റെ ഉള്ളിലോട്ടാണ്. ഇന്ന് പോകുന്നുള്ളതും പവർ ഐസിൻ്റെ ഉള്ളിലോട്ടാണെങ്കിൽ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നിങ്ങനെ എഴുതിയിട്ടുള്ള ട്രാക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്റർ, ശരിക്കും ഈ ബോർഡിൽ കപ്പാസിറ്റർ ഉണ്ടാവില്ല. റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആണ് ഇതിൻ്റെ ഉള്ളൊരു ഇൻപുട്ടായിട്ട് പോകുന്നത്. ശരിക്കും ഇത് ഇന്ന് വരുന്നത്, ഇത് ഔട്ട് നേരെ വീണ്ടും അതേ ഐസിൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ അടുത്തടുത്ത് 2 പോയിന്റ് ഇന്ന് ഔട്ടാണ്. ഒന്ന് എക്സ്റ്റൽ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഇന്നും ഔട്ടല്ല ചെക്ക് ചെയ്യുന്നത്. പവർ ഐസി ഈ ഒരു ഫ്രീക്വൻസി എടുത്തതിന് ശേഷം പവർ ഐസി ഇത് CPU അകത്തേക്ക് കൊടുക്കും. അപ്പോൾ CPU അകത്തേക്ക് പോകുന്ന ട്രാക്കാണ്, അല്ലെങ്കിൽ ഇന്നും ഔട്ടും കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഔട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഔട്ട് എന്നാണ്. കേട്ടോ, ഈ ഔട്ടല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് ഔട്ട്. ഇതല്ലാണ്ട് ഇത് പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് പോയി പവർ ഐസി പല സെക്ഷനിലേക്കും ഈ സാധനം എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പവർ ഐസി സപ്ലൈ ചെയ്യുന്ന ട്രാക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക. ക്രിസ്റ്റൽ എടുക്കുക, കോപ്പി ചെയ്യുക, അതിൻ്റെ നമ്പർ കോപ്പി ചെയ്യുക, സ്റ്റിമാറ്റിക്കിലോട്ട് പോവുക, പേസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക. നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ള കപ്പാസിറ്റർ കണ്ടില്ല, ഓപ്പൺ ആണ്. ഓപ്പൺ പറഞ്ഞാൽ അവിടെ സ്പാർ ഉണ്ടാവില്ല, NC എന്ന് പറയും, നോ സ്പാർ. ഓക്കെ, ബോർഡിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ബോർഡിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് ഇവിടെ ക്രിസ്റ്റൽ വരുന്നത്. ക്രിസ്റ്റലിൻ്റെ അടുത്ത് 2 സാധനം കാണാൻ പറ്റും. ഇവിടെ 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ. ശരിക്കും അവിടെ കപ്പാസിറ്റർ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പോയി നോക്കി, ഇവിടെ വെറുതെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വെറുതെ സമയം കളയണ്ട. ഓക്കെ, ഇത് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. കൂടുതലും ടെക്നീഷ്യന്മാർ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്ന ആൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്റ്റൽ ചെക്ക് ചെയ്യുന്ന കാണിച്ചത് ഓസിലോസ്കോപ്പിൽ. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇൻ ഔട്ട് മാത്രമേ ശരിക്കും ഇടല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഡീപ്പ് ലെവൽ പഠിച്ചാൽ മാത്രമേ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചു തരാം ചെക്ക് ചെയ്യുന്നുള്ളത്. ഇവിടെ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇത് ഔട്ട് കയറി കഴിഞ്ഞാൽ ഇതിന്ന് നേരെ ഈ ഒരു സാധനം നമ്മളൊരു ടെസ്റ്റ് പോയിന്റിലോട്ട് വരും. ഇവിടെ ഒരു ടെസ്റ്റ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ടെസ്റ്റ് പോയിന്റ് ഉണ്ട്. ശരിക്കും ഇത് ഔട്ട് പോകുന്ന ലൈനാണ്. ഓക്കെ, ഇപ്പോൾ വന്ന ട്രാക്ക് നേരെ CPൻ്റെ ഉള്ളിലോട്ടാവാം. കാരണം ഈ ഒരു 32 കിലോ ഹെർട്സ് ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ഞാൻ ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് അതിൻ്റെ വാല്യൂ എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു CPൻ്റെ അകത്തോട്ട് ഈ ഒരു ലൈന് പോയില്ലാന്നുണ്ടെങ്കിലാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായില്ലേ? CPൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് PMIC AP 32K. 32K എന്ന് പറഞ്ഞാൽ കിലോ ഹെർട്സ് ആണ് കേട്ടോ, K. അതേപോലെ M ആണെങ്കിൽ മെഗാ ഹെർട്സ് ആണ്. ഇവിടെ വരുന്നുള്ളത് കിലോ ഹെർട്സ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ അതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടെസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക.
ബോർഡിൽ ആ ഒരു ടെസ്റ്റ് പോയിന്റ് വരുന്നുള്ളത് ഈ ഒരു പാത്തിലാണ്. ഓക്കെ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് ആ ടെസ്റ്റ് പോയിന്റ് വരുന്നത്. ഈ ഓസിലോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലോക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും. 32 പോയിന്റ് കറക്റ്റ് വാല്യൂം കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 32 കിട്ടിയാൽ മതി. 32 കിട്ടിയാൽ ഓക്കെയാണ്. കണ്ടില്ലേ വാല്യൂ വരുന്നുള്ളത്. ക്ലോക്ക് ഫ്രീക്വൻസി വരുന്നുണ്ട്. പക്ഷെ എത്രയാണ് ഉള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ എത്ര വരുന്നുള്ളതിനുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വരുന്നുള്ള വാല്യൂ 32.72 കിലോ ഹെർട്സ്. ശരിക്കും നമ്മളെ സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിമാറ്റിക്കിൻ്റെ അകത്താണ് എന്താ കൊടുത്തിട്ടുള്ളത്? 32K ആണ് കൊടുത്തിട്ടുള്ളത്. K കിലോ ഹെർട്സ് ആണ്. ഓക്കെ, ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസിയും കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മൾ ഡയറക്റ്റ് എപ്പോഴും ചെക്ക് ചെയ്യേണ്ട രീതി ഇതാണ്. ഓക്കെ, നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ട രീതി ഈ ഒരു രീതിയിലാണ്. അല്ലാണ്ട് ഇതിൻ്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഒരു ക്ലോക്ക് പല സ്ഥലത്തും പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ എല്ലാം പോയിട്ട് ചെക്ക് ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ നമുക്ക് പവർ ഐസി മാത്രം, പവർ ഐസി ഓക്കെ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ചെക്കിങ് മെത്തേഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് പവർ ഐസി മാത്രമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പവർ ഐസി വർക്കിംഗ് ആണോ അല്ലേന്നുള്ളത് നമുക്ക് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് പക്ക ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പവർ ഐസി വെറുതെ പോയിട്ട് റീപോർട്ട് ചെയ്തിടാനോ മാറ്റിയിടാൻ നിൽക്കേണ്ട ആവശ്യം വരില്ല. ഓൺ ചെക്കിങ് മെത്തേഡ്, സിമ്പിൾ ചെക്കിങ് മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് പവർ സെക്ഷൻ ഓക്കെ ആണോ അല്ലേന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചിലപ്പോൾ നിങ്ങൾ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടാകും, ഒരാൾക്ക് അറിയാം. ഞാൻ ഓൾറെഡി ഏകദേശം 13 വർഷത്തോളം ഈ ഒരു ഫീൽഡിലുള്ള ഒരാളാണ്. മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏകദേശം 10-12 വർഷത്തോളം ഞാൻ ഒരു ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. 13 വർഷമായിട്ട് ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ റിസർച്ച് ചെയ്തിട്ടുള്ള കുറേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നമ്പർ കോൾ ആക്കണ്ട. ക്ലാസ്സിലുള്ള സമയത്ത് നമ്മൾ കോൾ എടുക്കത്തില്ല. മെയിൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കോളാക്കാതെ തന്നെ എന്ത് ചെയ്യുക പറഞ്ഞാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് കുറേ കോൾ മിസ്സാവാറുണ്ട്. കാരണം ഒരുപാട് കോൾ ഞാനിത് കൊടുക്കുന്നത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. കാരണം ഒരുപാട് പേര് ചില ആളുടെ ഡൗട്ട് വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മളതിന് റിപ്ലൈ തരും. ഓക്കെ, കോളാക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലുള്ളതുകൊണ്ട് ചിലപ്പോൾ 10-15 കോളെല്ലാം വന്ന് എല്ലാ കോളും തിരിച്ച് വിളിക്കാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇത്രത്തോളം വർഷത്തോളം ഉള്ളത് കൊണ്ട് തന്നെ ഓസിലോസ്കോപ്പിൻ്റെ നല്ല രീതിയിലുള്ള ക്ലാസ്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം നമ്മൾ പുറത്ത് പോയിട്ടാണ് ഈ ഓസിലോസ്കോപ്പിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഈ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓസിലോസ്കോപ്പിൽ ചെക്ക് ചെയ്യുന്നത് ആകെ 2 കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഒന്ന് ക്രിസ്റ്റൽ എങ്ങനെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. മൊബൈൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ നീട്ടിക്കൊണ്ടൊന്നുമില്ല. നമുക്ക് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നുള്ളത്, നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് ഒരു ഡെഡ് സെറ്റിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്തത്. ബക്ക് വോൾട്ടേജ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്, അതേപോലെ തന്നെ LDO വോൾട്ടേജ് നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്, ക്രിസ്റ്റൽ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്. ക്രിസ്റ്റലിൻ്റെ ഇന്നും ഔട്ടല്ല നമ്മൾ ചെക്ക് ചെയ്ത്. ക്രിസ്റ്റൽ പവർ ഐസിന് പോകുന്നുള്ള ഔട്ട് ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അതും പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇതൊക്കെ വേറെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് സ്റ്റേബിൾ അല്ല. ഇത് സ്റ്റേബിൾ അല്ല പറഞ്ഞാൽ ജസ്റ്റ് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. മീൻസ് ജസ്റ്റ് 0 പോയിട്ട് വീണ്ടും അപ്പായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പാട്ടായിട്ട് ഇതിൻ്റെ പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്, പാർട്ട് 2 ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടുള്ളത്. അപ്പോൾ പാർട്ട് 1 കാണാതെ പാർട്ട് 2 കാണാം. ഓക്കെ, ഇനി പാർട്ട് 3 ഉണ്ടാവും, പാർട്ട് 4 ഉണ്ടാവും. കാരണം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റിമാറ്റിക്കിലോട്ട് നമ്മൾ പോവാം.
ഈ കൂടുതൽ ടെക്നീഷ്യൻ മാറും ചെയ്യുന്നുണ്ട്, മീൻസ് CPU കാര്യങ്ങളൊക്കെ പക്കയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷെ കൂടുതൽ പേർക്കും പറ്റാത്തൊരു കാര്യമുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ അറിയില്ല, ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാൻ അറിയില്ല, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചെക്ക് ചെയ്യാൻ അറിയില്ല, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഡയറക്റ്റ് CPU നല്ലോണം ചെയ്യുന്നുണ്ട്, പക്ഷേ CPU അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതൊരു മാനുവലി ചെക്ക് മെത്തേഡാണ്. ഇതിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ലെങ്തി ആയിട്ടാണ്. ശരിക്കും ഇത് ഞാൻ ചെക്ക് ചെയ്യാൻ എനിക്ക് ആകെ സമയം എടുക്കേണ്ടത് ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ സാധനം ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സാധനം ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോ നേരത്തെ ഒരു പാർട്ട് 1 അരമണിക്കൂർ, ഇതൊരു അരമണിക്കൂർ ആകുമ്പോൾ ഒരു 2 മണിക്കൂറുള്ള ക്ലാസ് എടുക്കുമ്പോൾ സമയം എടുക്കും. കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ ഇപ്പോൾ ഡെഡ് സെറ്റ് ആണെങ്കിൽ 2-3 ദിവസം എടുക്കും. അതുപോലെ ചാർജിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് 2-3-4 ദിവസം എടുക്കും. അത് കറക്റ്റായിട്ട് മനസ്സിലായതിന് ശേഷം മാത്രമേ അടുത്ത കംപ്ലയിൻറ്റിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ചില ആൾക്ക് അത് പറ്റാതെ ആവശ്യം, അപ്പോൾ ഡയറക്റ്റ് CPU അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആദ്യം മാനുവലി ചെക്ക് മെത്തേഡ് ക്ലിയർ ചെയ്യുക. ഈ പ്രാക്ടിക്കലിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കംപ്ലയിൻറ്റ് ട്രേസ്. അത് പലർക്കും അറിയാം, ഈ ടെക്നീഷ്യന്മാർക്ക് പലർക്കും അറിയാം ഈ ഒരു കാര്യം. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം എന്താ പറയുക, പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ശരിക്കും പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് അല്ല കൊടുക്കേണ്ടത്, തിയറിക്കലായിട്ട് കംപ്ലയിൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സിനാണ് കംപ്ലീറ്റ് എന്താ എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഓസിലോസ്കോപ്പിൽ നമ്മൾ ക്രിസ്റ്റൽ ചെക്കിങ്, ക്രിസ്റ്റലിൻ്റെ വർക്കിങ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ അകത്താണ് പഠിക്കേണ്ടത്, അല്ലാണ്ട് പ്രാക്ടിക്കൽ സെക്ഷനിലോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് തിയറിയിലോ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് കംപ്ലയിൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കിലോട്ട് പോയി. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം ഔട്ട് വരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ഇൻപുട്ട് വരുന്നുള്ളത് VBAT ആണ്. ശരിക്കും ഇത് VBAT അല്ല, VPH ലൈനാണ് കേട്ടോ. അത് സാംസങ്ങിലോട്ട് വരുമ്പോൾ അത് VBAT ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ VBAT ആണ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. ഇതിൻ്റെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് S1 തൊട്ട് S9 വരെ. എസ് അല്ല, ശരിക്കും ഒന്നല്ലെങ്കിൽ S എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ SW അല്ലെങ്കിൽ LX1 ആ രീതിയിലായിരിക്കും നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ സാധനം കംപ്ലീറ്റ് ചെയ്തു, ഒരു പേജ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പേജിലോട്ട് പോകാം. രണ്ടാമത്തെ പേജിനകത്ത് നമുക്ക് കാണാം, ഒന്ന് VBAT വോൾട്ടേജ്, അതേപോലെ തന്നെ MLDO എഴുതിയിട്ടുണ്ടാവും, അതേപോലെ LLDO എഴുതിയിട്ടുണ്ടാവും. ഒന്ന് ലോ വോൾട്ടേജും ലോ LDO, മറ്റൊന്ന് ILDO കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ബക്ക് വരുന്നത്, ഇത് രണ്ടും ബക്ക് വോൾട്ടേജ് ആണ്. ഈ ബക്ക് വോൾട്ടേജ് രണ്ടും വരുന്നുള്ളത് നമ്മളെ പവർ ഐസിൻ്റെ വേറൊരു സെക്ഷൻ്റെ അകത്ത് LDO സെക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വന്നത് LDO വോൾട്ടേജ് ആണ്. LDO വോൾട്ടേജ് നമുക്കിവിടെ കാണാം 1 മുതൽ 37 വോൾട്ടേജ് വരെ ഉണ്ട്. എൻ്റെ മുന്നും അല്ല, ഈ 30 വോൾട്ടേജിൻ്റെ അകത്തുള്ള വോൾട്ടേജും അതിൻ്റെ അകത്ത് വരുന്നുള്ള ആംബിയർ, മീൻസ് മില്ലി ആംബിയർ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളത് രാവിലെയാണ്, ഞാൻ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ ക്ലാസ് മീൻസ് വീഡിയോ എടുക്കുന്നുള്ളത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമയം കിട്ടാതെ കൊണ്ടാണ് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഒരു 6 മണി 5 മണിക്കൊക്കെ എണീച്ചിട്ട് നിസ്കരിച്ചതിന് ശേഷം രാവിലെ ഇരിക്കും. സർവീസ് ചെയ്യാനും അതേപോലെ തന്നെ സെറ്റിങ്ങിനെ വീഡിയോ ചെയ്യാനുണ്ടെങ്കിലും രാവിലെ ഇരുന്നിട്ട് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും, നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ഫ്രഷാണ്. പിന്നെ നമ്മൾ ഈ ഉച്ച സമയത്ത് രാത്രിയെല്ലാം നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം LDO1 വരുന്നുള്ള വോൾട്ടേജ് 0.82 വോൾട്ടേജാണ്. ഇതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. ഇത് രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യാം. ഒന്ന് നമ്മൾ ICൻ്റെ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാനപ്പോൾ ICൻ്റെ നമ്പർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നുള്ളത്. C12. ഓക്കെ, നമ്മളിതിൽ പോവാം, പവർ IC പോവാം, C12 എവിടെയാണുള്ളത് കണ്ടുപിടിക്കാം. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റിമാറ്റിക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് IC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, IC നമ്പർ കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബിറ്റ് മാപ്പിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ റോങ് ആയിട്ടായിരിക്കും കൊടുത്തത്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് C12 VDD അലൈവ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടാണ് 0.8 വോൾട്ടേജ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പവർ സെക്ഷൻ്റെ അകത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അത് CPU ഉള്ളിലേക്ക് പോകുന്ന വോൾട്ടേജ് ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു പാത്തിൽ ആ സെക്ഷൻ കാണാനും പറ്റും.
പവർ ഐ സി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 കപ്പാസിറ്ററിലോട്ട് ഈ ഒരു വോൾട്ടേജ് പോകുന്നുണ്ട്, കണ്ടില്ലേ? ഒരു 3 കപ്പാസിറ്ററിലോട്ട് ഈ ഒരു വോൾട്ടേജ് പോകുന്നുണ്ട്, 0.8 വോൾട്ടേജാണ്. ഇതും നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഓസിലോസ്കോപ്പിൻ്റെ അകത്താണ്. അപ്പോൾ LDO 1 ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന കപ്പാസിറ്ററാണ് കേട്ടോ, ഈ 3 കപ്പാസിറ്റർ. 3ലും പോയിട്ട് ചെക്ക് ചെയ്യേണ്ട, ഒരെണ്ണത്തിൽ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, വോൾട്ടേജ് അവിടെ മാറിയിട്ടുണ്ട്, നമ്മൾ വോൾട്ടേജ് കുറക്കാം. ഓക്കെ, 1 വോൾട്ടിലിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യാം. ഓക്കെ, ഏകദേശം നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം വോൾട്ടേജ് എത്രയാണ് വരുന്നത്. 0.8 വോൾട്ടേജ് അവിടെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്, ഫ്ലക്ച്വേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ LDO 1 നമ്മൾ ചെക്ക് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് LDO 2 ആണ്. ഓക്കെ, അപ്പോൾ LDO 2 വരുന്നുള്ളത് H2ലാണ് 1.8 വോൾട്ടേജ് ആണ് വരുന്നുള്ളത്. MMC EMMCയിലേക്ക് വരുന്നുള്ള വോൾട്ടേജ് ആണ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് MMC കാർഡ് 1.8 3 വോൾട്ടേജ്, MMC കാർഡ് 1.8 വോൾട്ടേജ്, അതേപോലെ തന്നെ 3 വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് H2 ആണ്. ഓക്കെ, H2 അതുകൊണ്ട് നമ്മൾ നേരെ പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു. H സെക്ഷൻ എടുക്കാം. H2 ഇവിടെ നമുക്ക് കാണാം. പോകുന്ന ട്രാക്ക് എവിടെ പോകുന്നല്ലേ നോക്കാം. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്റർ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് കാണുന്ന കപ്പാസിറ്റർ ആണ് കേട്ടോ, ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവിടെ വോൾട്ടേജ് ഇല്ല. അവിടെ എന്തുകൊണ്ട് വോൾട്ടേജ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ എന്തെന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു നോക്കാം. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ എവിടെയാണ് പോകുന്നില്ലേ നോക്കിയാൽ ഇത് നേരെ പോകുന്നുള്ളത് CPU-ൻ്റെ അകത്തോട്ടാണ്. ഇത് എന്തിലേക്കുള്ള വോൾട്ടേജ് ആണ്? CPU-ലേക്കുള്ള വോൾട്ടേജ് ആണ് പോകുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പോകുന്ന ട്രാക്കിൽ നമ്മൾ H2 ആണ് നമ്മൾ നോക്കിയത്, LDO 2. ഓക്കെ, വോൾട്ടേജ് കാണിക്കുന്നില്ല എന്നുള്ളതിനുള്ള റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം VDDQ MMC കാർഡ്. MMC കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ EMMC IC അല്ല, MMC കാർഡിലേക്ക് പോകുന്നുള്ള വോൾട്ടേജ് ആണ്. ഓൾറെഡി നമ്മൾ ഇതിൽ എന്തിട്ടിട്ടില്ല, കാർഡ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കാണിക്കത്തില്ല, വോൾട്ടേജ് കാണിക്കത്തില്ല. കാർഡ് ഡിറ്റക്ട് ചെയ്യാൻ മാത്രമേ ഈ ഒരു വോൾട്ടേജ് വരുത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് അടുത്ത ലൈൻ പറയുന്നുള്ളത് LDO 3 ആണ്, H12ാമത്തെ ലൈനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്, H12. ഇവിടെ വരുന്ന വോൾട്ടേജ് 1.8 വോൾട്ടേജ് AP വോൾട്ടേജിനാണ് കാണിക്കുന്നുള്ളത്. അതെവിടെയാണ് പോകുന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. CPU-ൻ്റെ ഉള്ളിലോട്ട് പോകുന്നുള്ള വോൾട്ടേജാണ്. നമുക്ക് എവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യുന്ന പോയിന്റ് ആയിട്ടുള്ളതിനുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ എവിടെ പോകുന്നുണ്ട്, ഈ ഒരു കപ്പാസിറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന പാത്ത് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ആ ടെസ്റ്റ് പോയിന്റുള്ള പാത്തിൻ്റെ അകത്തുള്ള ഈ ഒരു കപ്പാസിറ്ററിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ നേരെ 1.8 വോൾട്ടേജ് ഇത് ഈ ഒരു പാത്തിൽ വരുന്നുണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യാം. അതിലേക്ക് വരുന്ന ആ വോൾട്ടേജ് മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ 2 വോൾട്ടേജാണ് ഇപ്പോൾ മിസ്സായിട്ട് കാണിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് വോൾട്ടേജ് മിസ്സായി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ 2 ട്രാക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. ഒരു റഫ് ആയിട്ടുള്ള ഒരു ബുക്ക് എടുത്തിട്ട് ഏതൊക്കെ വോൾട്ടേജാണ് മിസ്സായിട്ടെന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോണിൻ്റെ അകത്താണ് മാർക്ക് ചെയ്യുന്നുള്ളത്. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ IC-ൻ്റെ നമ്പർ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, IC-ൻ്റെ നമ്പർ മാർക്ക് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് വീണ്ടും റിവേഴ്സ് പോയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിനിൽ നിൽക്കത്തില്ല.
അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വരാതെ വോൾട്ടേജും അതേപോലെ ഐസിൻ്റെ നമ്പറും മാത്രം മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിവിടെ ഫസ്റ്റ് കിട്ടാതെ വോൾട്ടേജ് ഞാൻ കാണിച്ചു തന്നല്ലോ. ഫസ്റ്റത്തെ വോൾട്ടേജ് നമ്മളിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് കിട്ടാതെ വോൾട്ടേജ് ഒന്ന് H2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഐസിൻ്റെ നമ്പർ H2ന് കൊടുക്കുക. അതിന് ശേഷം അതിൽ വരുന്നുള്ള വോൾട്ടേജ് H2ൽ വരുന്നുള്ള വോൾട്ടേജ് എത്രയായിരുന്നു? 1.8 അല്ലെങ്കിൽ 3 വോൾട്ടേജോ ആണ് വരുന്നത്. അത് MMCക്ക് അനുസരിച്ചിട്ട് ആ വോൾട്ടേജ് മാറും. രണ്ടാമത് AP-ലോട്ട് പോകുന്ന ഒരു വോൾട്ടേജ് ആണ് ഇവിടെ കാണിച്ചത്. AP 1.8. ആ വോൾട്ടേജ് എന്താണ്? മിസ്സിങ് ആണ്. ആ വോൾട്ടേജ് മിസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്താ വെച്ചാൽ ആ ഐസിൻ്റെ നമ്പറും കൂടി മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, H12 എത്ര വോൾട്ടേജാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 1.8 വോൾട്ടേജാണ്. 1.8 റഫിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ റഫ് നോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ അകത്ത് ഒരു ഓൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെക്കാറാണ്. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ട് വെച്ച് ഇനി ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയിട്ട് ഇത് നോക്കാനല്ല, 1 by 1 ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ LDO 2 ആണ് ചെക്ക് ചെയ്യുക, സോറി LDO 3 ആണ് ഇപ്പോൾ ചെക്ക് ചെയ്തത്. LDO 3ൽ വോൾട്ടേജ് മിസ്സിങ് ആണ്. അടുത്ത ലൈൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് B12 LDO 4. LDO 4ൽ വരുന്ന വോൾട്ടേജ് 0.8 വോൾട്ടേജ്. റാം വോൾട്ടേജ് ആണ് 0.6 വോൾട്ടേജ്. നമ്പർ വരുന്നുള്ളത് B12. ഓക്കെ, B12 റാം അറിയുന്ന വോൾട്ടേജ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഇത് തൊട്ടടുത്ത് തന്നെ കപ്പാസിറ്റർ ഉണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. ഇപ്പം ചെക്ക് ചെയ്തതിൻ്റെ നേരെ മേലെ കേട്ടോ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ആ 2 കപ്പാസിറ്റർ വരുന്നുണ്ട്, ആ 2 കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു വോൾട്ടേജും മിസ്സിങ് ആണ്. ഓക്കെ, ഈ ഒരു വോൾട്ടേജും ഇതിൻ്റെ അകത്ത് മിസ്സിങ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ LDOയിലെല്ലാം മിസ്സിങ് ആണ്. SRAM വോൾട്ടേജ് വരണമല്ലോ, അപ്പോൾ അന്ന് വരുന്നില്ല. സോറി, ഈ കേബിൾ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വരാത്തത്. ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. 2 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വീണ്ടും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ രണ്ടാമത് പറഞ്ഞ വോൾട്ടേജ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കേബിൾ കണക്ട് ചെയ്യാതുകൊണ്ടാണ് വരാത്തത്. ഓക്കെ, രണ്ടാമത് വോൾട്ടേജും വരുന്നുണ്ട്, 0.8 വോൾട്ടേജും വരുന്നുണ്ട്. ആ 2 വോൾട്ടേജും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നൊന്ന് മാർക്ക് ചെയ്തത് റിമൂവ് ചെയ്യണം. ഓക്കെ, H12 വരുന്നുണ്ട്. ഓക്കെ, വരാത്തത് H2 ആണല്ലേ. H2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. H2 വരുന്നില്ല നമ്മൾ പറഞ്ഞത്. H2 ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. H2 ഇല്ല കേട്ടോ, H2 ഇല്ല. H2 കാർഡ് വോൾട്ടേജ് ആണ്, കാർഡ് ഇട്ടാലേ വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് LDO 4 നമ്മൾ ചെക്ക് ചെയ്ത്. LDO 4 0.6 വോൾട്ടേജ് വരുന്നുണ്ട്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് LDO 5 ആണ്. ഓക്കെ, LDO 5ൻ്റെ അകത്ത് E10 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. E10 എത്ര വോൾട്ടേജാണ് വരേണ്ടത്? E10ൻ്റെ അകത്ത് 0.9 വോൾട്ടേജ് E10. ഓക്കെ, .9 വോൾട്ടേജ്.
ഈ ഒരു കപ്പാസിറ്റർ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, (0.9 വോൾട്ടേജും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ LDO E10 അല്ലേ, E10 LDO 5 നമ്മൾ ചെക്ക് ചെയ്ത്. അതേപോലെ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് LDO 6 ആണ്, G4 1.2 വോൾട്ടേജ്, G4 1.2 വോൾട്ടേജ് ആണ്. ഓക്കെ, ഈ കാണുന്ന കപ്പാസിറ്ററാണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, (1.2 വോൾട്ടേജ്) 1.2 വോൾട്ടേജും ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് G4 ആണ് ചെക്ക് ചെയ്തത്. G4 വരുന്നുള്ളത് LDO 6 ആണ്. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് LDO 7 ആണ്, E12 1.8 വോൾട്ടേജ്, E12. ഈ ഒരു കപ്പാസിറ്ററിലാണ് ചെക്ക് ചെയ്യുന്നുള്ളത്. വോൾട്ടേജ് വരുന്നുള്ളത് എത്രയാ? E12 വരുന്നുള്ളത് 1.8 വോൾട്ടേജ് ആണ്. ഓക്കെ, (1.8 വോൾട്ടേജും പ്രോപ്പർ വരുന്നുണ്ട്, അതും ഓക്കെയാണ്. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് E12 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് അടുത്തതാണ് LDO 8. 8ൽ വരുന്നുള്ള വോൾട്ടേജ് എന്ന് പറയുന്നുള്ളത് ഇതാ, B10 വരുന്നുള്ള വോൾട്ടേജ്, പോകുന്ന ട്രാക്കിലുള്ള വോൾട്ടേജ് 0. B10. ഓക്കെ, B10ൽ വരുന്നുള്ള വോൾട്ടേജ് 0.8 വോൾട്ടേജ് ആണ്. ഓക്കെ, B10ൽ പോവാം. B10 0.8 വോൾട്ടേജ്. ഈ ഒരു കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, (0.8 വോൾട്ടേജും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ള ട്രാക്ക് LDO 9 ആണ്. അപ്പോൾ നമ്മളിത് അടുത്ത പാർട്ടിൻ്റെ അകത്താണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കും, എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ചെയ്യും. ആ സെറ്റ് നമ്മൾ
ഓൺ ആക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇതിൻ്റെ തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മൾ എന്തായാലും ഈ ഒരു ഓസിലോസ്കോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ ഓസിലോസ്കോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബ്ലോവർ എന്താണോ കംപ്ലൈൻറ്റ് നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാം, അതേപോലെ സെക്കൻഡ് പാർട്ട് കാണാം, തേർഡ് പാർട്ട് ഉണ്ട്, ഫോർത്ത് പാർട്ട് ഉണ്ട്, 5 പാർട്ട്, ഏകദേശം ഒരു 5 പാർട്ടോളം എന്തായാലും വരും. കാരണം അത്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ എടുത്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൻ്റെ അകത്ത് കാണാം. ഓക്കെ.